നമസ്കാരം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ കപ്പാസിറ്റൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് മെൻ ബൈ എ കപ്പാസിറ്റർ? ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പലതരം കപ്പാസിറ്ററുകളെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ കപ്പാസിറ്ററിൻ്റെ എസെൻഷ്യൽസ്? രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ആർ എന്ന ഒരു മെറ്റൽ പ്ലേറ്റ് കൺസിഡർ ചെയ്യാം. അതിന് പോസിറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. എസ് എന്ന മറ്റൊരു മെറ്റൽ പ്ലേറ്റ് കൺസിഡർ ചെയ്യാം. അതിന് നെഗറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V1 മൈനസ് V2 ആയിരിക്കും. പോസിറ്റീവ് ചാർജ് കാരണം ഡെവലപ്പ് ചെയ്യുന്നത് V1 പൊട്ടൻഷ്യലാണെന്നും നെഗറ്റീവ് ചാർജ് കാരണം ഡെവലപ്പ് ചെയ്യുന്നത് V2 പൊട്ടൻഷ്യലാണെന്നും വിചാരിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 മൈനസ് V2 ആയിരിക്കും. കൂടുതൽ ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂവും കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവും കൂടിക്കൊണ്ടിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാനാവും V പ്രൊപ്പോർഷണൽ ടു Q ഓർ Q പ്രൊപ്പോർഷണൽ ടു V. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ് C ഓഫ് ദി കപ്പാസിറ്റർ. Q ഈക്വൽ ടു CV എന്നുള്ളതാണ് കപ്പാസിറ്റൻസിൻ്റെ ബേസിക് ഇക്വേഷൻ. അടുത്തതായി നമുക്ക് ഏതെല്ലാം ഫാക്ടേഴ്സിനെയാണ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് നോക്കാം. ദ കപ്പാസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ഓഫ് ദി കണ്ടക്ടർ ഓർ കപ്പാസിറ്റർ. അതുപോലെ അതിൻ്റെ ഷേപ്പ്, രണ്ട് മെറ്റൽ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ, മെറ്റൽ പ്ലേറ്റുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന മീഡിയം, ഏത് ഇൻസുലേറ്ററാണ് വെച്ചിരിക്കുന്നത്, ഈ മൂന്ന് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ C ഈക്വൽ ടു Q ബൈ V, Q ഈക്വൽ ടു CV എന്നുള്ള ഇക്വേഷനിൽ നിന്നും അങ്ങനെയാകുമ്പോൾ കപ്പാസിറ്റൻസിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആണ് റേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. രണ്ട് മെറ്റൽ പ്ലേറ്റുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ C ഈക്വൽ ടു Q എന്ന് കിട്ടുന്നതായിരിക്കും. സോ ദ കപ്പാസിറ്റൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ചാർജ് റിക്വയർഡ് ടു റേസ് ദി പൊട്ടൻഷ്യൽ ഓഫ് എ കണ്ടക്ടർ ബൈ യൂണിറ്റി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ 1 വോൾട്ട് ആക്കി മെയിൻറ്റെയിൻ ചെയ്താൽ C ഈക്വൽ ടു Q എന്ന് കിട്ടും. ആ കപ്പാസിറ്റൻസിനെ പറയുന്ന പേരാണ് ഫാരഡ്. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. ഡയമെൻഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കപ്പാസിറ്റൻസ് C ഈക്വൽ ടു Q ബൈ V ആണ് ഇക്വേഷൻ, നമുക്കറിയാം. Q ഈക്വൽ ടു IT, I എന്ന കറണ്ട് അല്ലേ? T ടൈമിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് ചാർജ് എന്ന് പറയുക. പൊട്ടൻഷ്യൽ V ഈക്വൽ ടു W ബൈ Q ആണ്. അതിൽ നിന്നും വർക്ക് W ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡയമെൻഷൻസ് വർക്കിൻ്റെത് വരുന്നത് ഫോഴ്സിന് MLT റേസ് ടു -2, ഡിസ്പ്ലേസ്മെൻറ്റിന് D. അങ്ങനെ വരുമ്പോൾ ML2T റേസ് ടു -2 ഡിവൈഡഡ് ബൈ ചാർജിന് IT. സോ ML2T റേസ് ടു -2 ഡിവൈഡഡ് ബൈ IT ആയിരിക്കും പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ വരിക. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷൻ M റേസ് ടു -1, L റേസ് ടു -2, T റേസ് ടു 4 I² എന്ന് കിട്ടുന്നതായിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ ഡയമെൻഷനിൽ ഒരു ചെറിയ കറക്ഷനുണ്ട്. നമ്മൾ ചെയ്ത് കാണിച്ചു. M റേസ് ടു -1, L റേസ് ടു -2 ആണ്. T റേസ് ടു 4 I². ഓക്കെ. ഇനി ഫിക്സ്ഡ് കപ്പാസിറ്ററും ഉണ്ട്. അതുപോലെ കപ്പാസിറ്റർ വാല്യൂ
മാറുന്നതുമുണ്ട്, കപ്പാസിറ്റൻസ് മാറുന്നതുമുണ്ട്. ഇപ്പോൾ ഫിക്സ്ഡ് കപ്പാസിറ്റർ ആണെങ്കിൽ, കോൺസ്റ്റൻറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ ആദ്യം കാണിച്ചതുപോലെയും കപ്പാസിറ്റൻസ് മാറുന്നുണ്ടെങ്കിൽ ഒരു ആരോ മാർക്കും വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. പലതരം കപ്പാസിറ്ററുകളുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2 മെറ്റൽ പ്ലേറ്റുകൾ, പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും, അതിനിടയിലൊരു ഇൻസുലേറ്റർ കൊണ്ടുള്ള സെപ്പറേഷൻ, അതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാൽ. ഇപ്പോൾ നോക്കിക്കോളൂ, ആദ്യത്തെ മെറ്റൽ പ്ലേറ്റിന് പോസിറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ മെറ്റൽ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഫസ്റ്റ് ഓരോ 2 പ്ലേറ്റിൻ്റെയും ഏരിയ സ്മോൾ എ ആണെന്നിരിക്കട്ടെ, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് സ്മോൾ ഡി ആണെന്നിരിക്കട്ടെ. ആദ്യത്തെ പ്ലേറ്റിന്, ഈ പ്ലേറ്റിന് കൊടുത്തിരിക്കുന്ന ചാർജ് നെഗറ്റീവ് ക്യൂ ആണെങ്കിൽ അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി നെഗറ്റീവ് സിഗ്മ, നെഗറ്റീവ് ക്യൂ ബൈ എ എന്ന് കാണാം. ഈ പ്ലേറ്റിന് കൊടുക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് ക്യൂ ബൈ എ, ഓക്കെ, പ്ലസ് സിഗ്മ എന്ന് കാണാം. അപ്പോൾ ഡയഗ്രാം നമ്മുടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 3 റീജിയനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2 മെറ്റൽ പ്ലേറ്റ് കാരണം ഉള്ള റീജിയനെ 3 ആയിട്ട് എടുക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് റീജിയൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് റീജിയൻ ആൻഡ് ദിസ് ഈസ് ദ തേർഡ് റീജിയൻ. ഈ 3 റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയണം. അത് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് പ്ലേറ്റ് കാരണം സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് റീജിയനും സെക്കൻഡ് റീജിയനും തേർഡ് റീജിയനിലെയും പ്രത്യേകമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ റീജിയൻ 1ലും റീജിയൻ 3ലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആണെന്ന് കാണാൻ സാധിക്കും. റീജിയൻ 2ൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എവേ ഫ്രം ദ പ്ലേറ്റ്. ഇത് രണ്ടാമത്തെ റീജിയനിൽ ടുവേഴ്സ് ദ പ്ലേറ്റ്, അത് വരുന്നത് മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. രണ്ടും ഈക്വൽ ഓപ്പോസിറ്റ് ആകുമ്പോഴത്തേക്കും നെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഡിഫറൻസ് എടുക്കണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ സിഗ്മയ്ക്ക് ക്യൂ ബൈ എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇ ഈക്വൽ ടു ക്യൂ ബൈ എ എപ്സിലോൺ 0 എന്ന് കിട്ടും. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ വാല്യൂ മാത്രം കൊടുക്കുമ്പോഴേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കപ്പാസിറ്റൻസിന് സി ഈക്വൽ ടു ക്യൂ ബൈ വി കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ക്യൂ, പിന്നെ വിയുടെ എക്സ്പ്രഷൻ നമുക്ക് ക്യൂ ഡി ബൈ എ എപ്സിലോൺ 0 കിട്ടി. സോ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ടു ബി എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, ഇവിടെ നമ്മുടെ മെറ്റൽ പ്ലേറ്റുകൾക്കിടയിലുള്ള റീജിയൻ വാക്വമാണ് അല്ലെങ്കിൽ എയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. മറ്റേതെങ്കിലും ഒരു ഇൻസുലേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ എപ്സിലോൺ വാല്യൂ ആയിരിക്കണം വരിക. അങ്ങനെ വരുമ്പോൾ എക്സ്പ്രഷൻ സി ഈക്വൽ ടു എ എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഡിവൈഡഡ് ബൈ ഡി എന്ന് വരും.